യൂട്യൂബ് ചാനൽ വലിയ പ്രശ്നമായി തോന്നിപ്പോയി, വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തോന്നില്ല. ഞാൻ ഒരിക്കലും എൻ്റെ സേഫ്റ്റി തന്നെയാണ് യൂട്യൂബ് ചാനൽ. ഞാൻ അതിലാകെ എത്ര ഉണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ കൂടി എന്താ പറഞ്ഞാൽ സ്റ്റോറി ഉടമ്പ മനാഫ് എന്ന് പറഞ്ഞ ചാനൽ മൊത്തം എന്തായി ചിലപ്പോൾ റെക്കോർഡ് അയക്കും. ഇന്നലെ മുതൽക്ക് ഇങ്ങോട്ടേക്ക് ഒറ്റ ദിവസം കൊണ്ട് 2.5 ലക്ഷത്തിൻ്റെ മുകളിലായി. പക്ഷെ വെറും 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ പേരിൽ അതെ പഴി കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത്. അതെ ഒരു എന്താ, ഞാൻ ആ യൂട്യൂബ് ചാനലിൽ എനിക്കൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് അത് ഒരു ക്വാളിറ്റിയും ഇല്ല. നമുക്ക് എന്തൊക്കെയോ പറയണം, അത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ അത് കേട്ട് അതവിടുത്തെ രംഗങ്ങൾ ഞാനത് അർജുൻ്റെ വീട്ടിൽ എത്തിച്ചോട് കൂടിയിട്ട് ഞാൻ പിന്നെ അതിലൊന്നും ഇട്ടിട്ടില്ല. അത് ഒഴിവാക്കാൻ വിചാരിച്ചാണ്. ഒന്നെങ്കിൽ ഒഴിവാക്കുക, ഞാൻ അതിൽ തന്നെ പറയുന്നത്, ഒന്നെങ്കിലും ഒഴിവാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും താല്പര്യമുള്ള യങ്സ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ഒരു ബ്ലോഗർ ആവണമെന്ന് ആഗ്രഹമുള്ളവര്, പക്ഷെ അതിന്റെ എന്തെങ്കിലും സാമ്പത്തികം വരുന്നത് ചാരിറ്റി പ്രവർത്തനം കൊടുക്കണം, ചാരിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. ചാരിറ്റി കൊടുക്കണം. ഇപ്പൊ പക്ഷെ അത് വലിയൊരു അത് ഇനി അത് എന്ത് ചെയ്യണം എന്നുള്ളത് മാനേജ് ചെയ്യാൻ അതിനൊരു ക്വാളിറ്റി ഉള്ള ഒരു പത്രപ്രവർത്തകൻ ഇല്ലല്ലോ നമ്മള്. നിങ്ങളെ പോലത്തെ ഏതെങ്കിലും ഒരാളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഇതാക്കേണ്ടി വരും. അല്ലാതെ വേറെ ഇപ്പം കൊണ്ട് മുന്നോട്ട് അത് എനിക്കറിയില്ല. ഇപ്പം അത് ഒരു പ്രതിഷേധമായിട്ടാണ് എനിക്ക് തോന്നിയത്. മലയാളികളുടെ ആ ഒരു പ്രതിഷേധമായിട്ടാണ് ഇപ്പം എന്താ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, എന്താ പണം കിട്ടണ എന്ന് പറഞ്ഞ ഒരു പറയുന്നത് യൂട്യൂബിൽ നിന്ന്, അതിനെന്തോ പറയുമല്ലോ മോണിറ്റൈസ്, അതുപോലും ചെയ്തിട്ടില്ല. അതിനെ നമ്മളതിൻ്റെ ഒരു ഇങ്ങനെ ഒരു തമാശ ഒരു മീൻസ് വീഡിയോസ് ഉള്ളൂ അല്ലേ. സില്ലി കാര്യങ്ങളെ അത് ആരൊക്കെ ചെയ്ത വീഡിയോസ് ഓര് ഞമ്മക്ക് തരും, നിങ്ങളും എടുത്തോളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. അതിൽ നോക്കിയാൽ മനസ്സിലാവും. പല യൂട്യൂബേഴ്സിൻ്റെ ഞാൻ ചോദിക്കും, എൻ്റെ എടുത്തതല്ലേ, എനിക്ക് അതിൻ്റെ ഒരു ഇത് വരും, എൻ്റെ ഇടാനാണ്, അറിയാനാണ്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ യൂട്യൂബ് ചാനൽ അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനാണ് എനിക്ക് അതിനെ പറ്റി യൂട്യൂബിനെ പറ്റിയിട്ട് കൂടുതലല്ല. എനിക്ക് ആകെ അറിയണത് അതിന് കയറുക, ലൈവ് ഇടുക, അതറിയാം.